എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ. അതിൽ ഫോക്കസ് ഏരിയയിൽ പ്രധാനമായും 3 പോയിൻറ്റ്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് കോർഡിനേറ്റ് ആക്സിസ്, കോർഡിനേറ്റ്സ്. അതായത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ് എക്സ് ആക്സിസ്, വെർട്ടിക്കൽ ആയിട്ടുള്ളത് വൈ ആക്സിസ്. രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിൻറ്റിന് നമ്മൾ ആധാര ബിന്ദു അഥവാ ഒറിജിൻ എന്ന് പറയും. പിന്നെ ഇവിടെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തിയാൽ അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്ന വിധം. പിന്നെ വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ് ഈസ് 0. ഈ എക്സ് ആക്സിസിലെ ഏത് പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. പിന്നെ എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിൻ്റ് ഓൺ വൈ ആക്സിസ് ഈസ് 0. ഈ വൈ ആക്സിസിലെ ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. പിന്നെ വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിൻ്റ് ഓൺ എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആർ ഈക്വൽ. അതായത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിൽ, അത് ഇതാണ് എക്സ് ആക്സിസ്, അപ്പോൾ അതിന് പാരലൽ ആയിട്ടുള്ള ലൈനിലെ വൈ കോർഡിനേറ്റ് എല്ലാം തുല്യമായിരിക്കും. പിന്നെ എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിൻ്റ് ഓൺ എ ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ആർ ഈക്വൽ. അതായത് വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലെ എക്സ് കോർഡിനേറ്റ് എല്ലാം തുല്യമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പോയിന്റിൽ ഉള്ളത്. അത് ഞാൻ ഓടിച്ച് പറഞ്ഞു പോകാം. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് ഒറിജിൻ. ഒറിജിൻ്റെ ഇങ്ങോട്ട് വലത്തോട്ട് വന്ന പോസിറ്റീവ്, ഇടത്തോട്ട് നെഗറ്റീവ്. അതേപോലെ വൈ ആക്സിസിൽ മുകളിലോട്ട് പോസിറ്റീവ്, ഒറിജിൻ്റെ താഴോട്ട് നെഗറ്റീവ് ആണ്. ഇപ്പം ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റ് ഞാൻ എ എന്ന് പേര് കൊടുക്കുന്നു. എയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? എയിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഏതാണ് എക്സ് കോർഡിനേറ്റ് 3. പിന്നെ വൈ ആക്സിസിലേക്ക് പോകുമ്പോൾ 3, 2. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് 3, 2 ആണ് എയുടെ കോർഡിനേറ്റ്സ്. ഇനി ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇത് ബി ആണ്. ബിയുടെ കോർഡിനേറ്റ്സ് എന്ത് വരും? ഈ പറഞ്ഞ പോലെ തന്നെ എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുക. പിന്നെ ഇടത്തോട്ട് പോകുന്നതോറും നെഗറ്റീവ് ആണല്ലോ, അപ്പം -2 ആണ് എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്, എക്സ് സൂചക സംഖ്യ. ഇനി വൈ സൂചക സംഖ്യ എന്തായിരിക്കും? 2 -2 2 ആണ് ബിയുടെ കോർഡിനേറ്റ്സ്. ഇനി നമ്മളോട് പറയുകയാണ് ഒരു കോർഡിനേറ്റ് -3 -4 ആണ്. അത് ആ പോയിൻ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ എക്സ് ആദ്യം നമ്മൾ എക്സ് കോർഡിനേറ്റാണ് എഴുതുന്നത്. അപ്പോൾ -3യും ഇതാണ്. -4 എവിടെ വരും? ഇവിടെ വരും അല്ലേ. അപ്പം -3യും -4ഉം കൂടി കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഏതാണ്? അതാണ് -3 -4. പിന്നെ പറഞ്ഞിരിക്കുന്നത് എക്സ് ആക്സിസിലെ ഒരു പോയിൻ്റ് എടുത്താൽ അവിടുത്തെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇപ്പോൾ ഈ പോയിൻ്റ് എടുത്തു, ഈ പോയിൻ്റ് സി ആണ്. ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് 2, വൈ കോർഡിനേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. എക്സ് ആക്സിസിലെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. പിന്നെ ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ഇത് വൈ ആക്സിസിലാണ്, അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ കോർഡിനേറ്റ് 3 ആയിരിക്കും. അത്രയാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ എ എന്നുള്ള കോർഡിനേറ്റ്സ് 3, 2 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ അകലം എത്രയായിരിക്കും? ഈ അകലം 3 ആയിരിക്കും. അപ്പോൾ ഇതും എത്രയാണ്? 3. ഈ അകലം എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ബി എന്ന കോർഡിനേറ്റ് -2 2. അപ്പോൾ ഈ അകലം ചിഹ്നം മൈനസ് ആണെങ്കിലും ഈ അകലം 2, ഈ അകലം എന്ത് തന്നെയാണ്? 2 ആണ്. ഇത് 2 ആണ്, ഇതും 2 ആണ്. അതൊന്നും ഓർത്തിരിക്കുക. പിന്നെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിൽ വൈ കോർഡിനേറ്റ് എല്ലാം സെയിം ആയിരിക്കും. ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയായിരിക്കും? ഇത് 1 2 1 2. ഇനി ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? എക്സിലോട്ട് പോകുമ്പോൾ 3 2. ഇനി ഇവിടെ ഒരു പോയിൻ്റ് എടുത്താൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയായിരിക്കും? എക്സിലോട്ട് -3. പിന്നെ വൈയിലേക്ക് നമ്മൾ വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ, ഈ ലൈൻ തന്നെയാണല്ലോ 2. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും എക്സ് കോർഡിനേറ്റ് താഴോട്ട് വരച്ചു. വൈ കോർഡിനേറ്റ് നമുക്ക് എത്രയാണെന്നറിയാം,
2 ആണെന്നറിയാം. അപ്പോൾ ഇവിടെ എല്ലാം y കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ എക്സ് ആക്സിസിന് പാരലലായിട്ടുള്ള ലൈനിലെ y കോർഡിനേറ്റ് എന്തായിരിക്കും? തുല്യമായിരിക്കും. പിന്നെ ഇത് y ആക്സിസിന് പാരലലായിട്ടുള്ള ലൈനാണ്. ഇപ്പോൾ ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയായിരിക്കും? എക്സ് കോർഡിനേറ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട് 3. പിന്നെ y എന്ത് വരും? y കോർഡിനേറ്റ് 1 വരും. ഇനി ഈ പോയിൻ്റ് എടുത്താലോ? ഇവിടെയും എക്സ് കോർഡിനേറ്റ് താഴത്തേക്കുണ്ട് 3. പിന്നെ y കോർഡിനേറ്റ് ഇത് അല്ലേ 4. അങ്ങനെ ഏത് പോയിൻ്റ് എടുത്താലും, ഇനി ഈ പോയിൻ്റ് എടുത്ത് നോക്കിക്കേ. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? മുകളിലോട്ട് വരച്ചിട്ടുണ്ട് 3, y കോർഡിനേറ്റ് -3. അപ്പോൾ y ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു ലൈനിലെ എക്സ് കോർഡിനേറ്റ് ഒക്കെ സെയിം ആയിരിക്കും. പിന്നെ ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടിസസ് എന്നാൽ മറ്റ് 2 വെർട്ടിസസും കണ്ടുപിടിക്കുന്ന വിധമാണ്. ഉദാഹരണത്തിന് ഇത് A13യും ഇത് 5, 7 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ ബിയുടെ കോർഡിനേറ്റ്സ് എന്ത് വരും? ഇത് ഏത് ആക്സിസിന് പാരലലാണ്? AB എക്സ് ആക്സിസിന് പാരലലാണ്. അപ്പോൾ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? y കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ എയുടെ y കോർഡിനേറ്റും 3 ആയതുകൊണ്ട് ബിയുടെ y കോർഡിനേറ്റും 3 ആയിരിക്കും. പിന്നെ BC ഏത് ആക്സിസിന് പാരലലാണ്? y ആക്സിസിന് പാരലലാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഇവിടെ സെയിം ആയിരിക്കും. അപ്പോൾ സിയുടെ എക്സ് കോർഡിനേറ്റ് 5 ആയതുകൊണ്ട് ബിയുടെ എക്സ് കോർഡിനേറ്റും 5 ആയിരിക്കും. അതേപോലെ തന്നെ CD എക്സ് ആക്സിസിന് പാരലലാണ്. അപ്പം y കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ സിയുടെ y കോർഡിനേറ്റ് 7. അപ്പം ഡിയുടെയും y കോർഡിനേറ്റ് 7. AD y ആക്സിസിന് പാരലലാണ് അല്ലേ? അപ്പോൾ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ എയുടെ എക്സ് കോർഡിനേറ്റ് 1 ആയതുകൊണ്ട് ഡിയുടെ എക്സ് കോർഡിനേറ്റ് 1. പിന്നെ തേർഡ് പോയിൻ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് √(x2 - x1) ² + y2 - y1 ². ഇനി ഈ പോയിൻറ്റ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കണക്ക് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദി XY കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിൻറ്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് -33, 53, 25. ജോയിൻ ദീസ് പോയിൻറ്റ്സ് യൂസിങ് ലൈൻ സെഗ്മെൻറ്റ്. ഗിവ് സൂട്ടബിൾ നെയിം ഫോർ ദ ഫിഗർ ദസ് ഗോട്ട്. ഇവിടെ ഞാൻ എക്സ് ആക്സിസും y ആക്സിസും വരച്ചിട്ടുണ്ട്. ആദ്യം അടയാളപ്പെടുത്തേണ്ട പോയിൻ്റ് -33 ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ആണ് ആദ്യം. അപ്പോൾ -3യും ഈ ഇവിടുത്തെ 3യും കൂടി ചേരുന്ന പോയിൻ്റാണ് -33. ഉണ്ടോ? ഇതാണ് -33. പിന്നെ വേറെ ഏതാണ്? 5, 3. അപ്പോൾ എക്സിൻ്റെ അവിടെ നിന്ന് 5ഉം വൈയുടെ അവിടെ നിന്ന് 3യും. അപ്പോൾ ഇങ്ങനെ പോയി ഇതാണ് 5, 3. പിന്നെ 2, 5 ഏത് വരും? എക്സിൻ്റെ അവിടെ നിന്ന് 2, വൈയുടെ അവിടെ നിന്ന് 5 അല്ലേ? അപ്പോൾ ഇത് 2, 5. ഇതെല്ലാം കൂടി ലൈൻ സെഗ്മെൻറ്റ് ഉപയോഗിച്ച് യോജിപ്പിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഫിഗറിൻ്റെ പേര് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെ തമ്മിൽ യോജിപ്പിക്കണം? -33യും 5, 3യും കൂടി യോജിപ്പിച്ചു. പിന്നെ ഇതും 2, 5ഉം കൂടി യോജിപ്പിച്ചു. പിന്നെ ഇതും കൂടെ യോജിപ്പിക്കണം. അപ്പം കിട്ടുന്ന എന്താണ്? ട്രയാങ്കിൾ അല്ലേ? അപ്പം നമുക്ക് കിട്ടുന്ന ഫിഗർ എന്താണ്? ട്രയാങ്കിൾ. ക്വസ്റ്റ്യൻ, കൺസിഡർ ദി പോയിൻറ്റ്സ് ഗിവൺ ബിലോ 2, 0, 4, 3, 5, 2, -2, 0, 0, -1, 4, -2, 0, 5, -3, 2 എങ്ങനെ തന്നിട്ടുണ്ട്. വിച്ച് ആർ ദ പോയിൻറ്റ്സ് ഓൺ ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലെ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക. എക്സ് ആക്സിസിലെ പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ y കോർഡിനേറ്റ് 0 ആയിട്ടുള്ള പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? 2, 0, പിന്നെ -2, 0. ഈ രണ്ടുമല്ലേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ പോയിൻറ്റ്സ് ഓൺ y ആക്സിസ്. y ആക്സിസിലെ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അങ്ങനെയുള്ള എത്ര പോയിൻറ്റ്സ് ഉണ്ട്? 0, എക്സ് കോർഡിനേറ്റ് 0 ആയിട്ടുള്ളത് 0, -1, 0, 5. അത് രണ്ടുമല്ലേ ഉള്ളൂ. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ പോയിൻറ്റ്സ് ഓൺ എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലെ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലെ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? y കോർഡിനേറ്റ് സെയിം ആയിരിക്കും. നോക്കിക്കോണേ y കോർഡിനേറ്റ് സെയിം ആയിട്ടുള്ള പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന്.
5 2-ൻ്റെയും -3 2-ൻ്റെയും y കോർഡിനേറ്റ് സെയിം അല്ലേ? അപ്പോൾ അത് രണ്ടും 5 2 -3 2. ഇനി y കോർഡിനേറ്റ് 2 ആയിട്ടുള്ള ഏതെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടോ ഇവിടെ? ഇല്ല. ഇനി വിച്ച് ആർ ദ പോയിൻറ്റ്സ് ഓൺ എ ലൈൻ പാരലൽ ടു y ആക്സിസ്? y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ എന്ന് പറയുമ്പോൾ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? x കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഇവിടെ x കോർഡിനേറ്റ് സെയിം ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടോ? ആ ഉണ്ട്. 4 3-ഉം 4 -2 അല്ലേ? അതല്ലാതെ x കോർഡിനേറ്റ് 4 ആയിട്ടുള്ള ഏതെങ്കിലും വേറെ പോയിൻറ്റ്സ് ഉണ്ടോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ പാരലൽ ടു ദി കോർഡിനേറ്റ് ആക്സിസ്. The coordinates of two opposite vertices are -1 2 and 3 5. Find the coordinates of other two opposite vertices. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടിസസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? -1 2-ഉം 3 5-ഉം. അപ്പോൾ ഓപ്പോസിറ്റ് വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇവിടെയും വരാം, അല്ലെങ്കിൽ ഇവിടെയും വരാം. അത് എവിടെ വരുമെന്ന് നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ നിങ്ങൾ റഫായിട്ട് ഒന്ന് സൈഡിൽ വരച്ച് നോക്കിയിട്ട് അടയാളപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാകും, ചിലർക്ക് തെറ്റിപ്പോവും. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് -1 2 എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ വരുന്നത്? -1 2 ഇവിടെ വരും. 3 5 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ 4 വരെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ 3 5 എന്ന് പറഞ്ഞാൽ 3 തുടങ്ങി 5 വരെ എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് വെർട്ടസസ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ എങ്ങനെ വരും? ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇങ്ങനെയാണ് ഇത് ഓപ്പോസിറ്റ് വെർട്ടിസസ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ വരുന്നത്. അപ്പം -1 2 ഇവിടെയും വരണം, 3 5 ഇവിടെയും വരണം. ഇനി നമുക്ക് എളുപ്പം കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ഇത് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. A B C D. എ ബി എക്സ് ആക്സിസിന് പാരലലാണ്. അപ്പോൾ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? y കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ എയുടെ y കോർഡിനേറ്റ് 2 ആയതുകൊണ്ട് ബിയുടെ y കോർഡിനേറ്റ് 2. ബി സി y ആക്സിസിന് പാരലലാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. സിയുടെ എക്സ് കോർഡിനേറ്റ് 3, അപ്പം ബിയുടെ എക്സ് കോർഡിനേറ്റ് 3. ഇനി ഡിയുടെ കോർഡിനേറ്റ്സ്. സി ഡി എക്സ് ആക്സിസിന് പാരലലാണ്. അപ്പം y കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ സിയുടെ y കോർഡിനേറ്റ് 5 ആയതുകൊണ്ട് ഡിയുടെയും y കോർഡിനേറ്റ് 5. എ ഡി y ആക്സിസിന് പാരലലാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. എയുടെ എക്സ് കോർഡിനേറ്റ് 1, അപ്പോൾ ഡിയുടെ എക്സ് കോർഡിനേറ്റ് 1. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദി ഫിഗർ ഒ എ ബി സി കണ്ടോ? ഒ എ ബി സി ഈസ് എ റെക്റ്റാങ്കിൾ ആൻഡ് എ ബി ഈക്വൽ ടു 4. Find the coordinates of the vertices of B and C. ഇപ്പോൾ എയുടെ കോർഡിനേറ്റ് 2 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒ എ എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ്സ് എന്ത് വരും? ഇത് ഏത് ആക്സിസിന് പാരലലാണ്? y ആക്സിസിന് പാരലലാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഇവിടെ 4 യൂണിറ്റ് മുകളിലോട്ടാണ് അല്ലേ? ഈ എയിൽ നിന്ന് 4 യൂണിറ്റ് മുകളിലോട്ടാണ്. അപ്പോൾ y കോർഡിനേറ്റ് എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇനി സി, ഇത് ഏത് ആക്സിസിലാണ്? y ആക്സിസിലായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എ ബി 4 അല്ലേ? അപ്പോൾ ഒ സി യു എന്താണ്? 4. അപ്പോൾ y കോർഡിനേറ്റ് എന്ത് വരും? ഈ ഒറിജിനിൽ നിന്ന് 4 യൂണിറ്റ് മുകളിലോട്ടാണ്. അപ്പോൾ സിയുടെ കോർഡിനേറ്റ് 0 4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദി ഫിഗർ ഒ എ ബി സി ഈസ് എ റെക്റ്റാങ്കിൾ ഇഫ് ബി 4 3. Then find the coordinates of vertices A and C. ബിയുടെ കോർഡിനേറ്റ് 4 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ഇത് ഏത് ആക്സിസിന് പാരലലാണ്? y ആക്സിസിന് പാരലലാണ്. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ബിയുടെ എക്സ് കോർഡിനേറ്റ് 4. അപ്പോൾ എയുടെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 4. പിന്നെ ഇത് ഏത് ആക്സിസിലാണ്? എക്സ് ആക്സിസിലാണ്. ഇത് എക്സ് ആക്സിസ് ആണ് കേട്ടോ. അപ്പോൾ എക്സ് ആക്സിസിലെ പോയിൻ്റാണ്. അപ്പോൾ y കോർഡിനേറ്റ് 0. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് എത്രയാണ്? 4 0. അതിൻ്റെ അർത്ഥം ഒ എ എത്രയാണ്? 4. ഈ എ ബിയുടെ ഇത് എത്രയായിരിക്കും? എയിൽ നിന്ന് 3 യൂണിറ്റ് മുകളിലോട്ട് പോയപ്പോഴാണ് ബി 4 3. അപ്പോൾ എ ബി 3 ആണ്. അപ്പോൾ ഒ സി യു എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ഇനി സിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാമല്ലോ. ഇത് y ആക്സിസിലെ പോയിൻ്റാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0. y കോർഡിനേറ്റ് എന്തായിരിക്കും? ഈ ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ് മുകളിലോട്ടാണ് 0 3.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദി സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾസ് ഗിവൺ ബിലോ ആർ പാരലൽ ടു ദി ആക്സിസ്. ദ സെൻറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് ഒറിജിൻ. റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഒറിജിൻ ആണ്. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് അതർ 3 വെർട്ടിസസ്. നമുക്ക് ഈ റെക്റ്റാങ്കിളിനൊരു പേര് കൊടുക്കാം. എ, ബി, സി, ഡി. ഇനി ഇത് പി, ഇത് ക്യൂ, ഇത് ആർ, ഇത് എസ്. ഇവിടെ സിയുടെ കോർഡിനേറ്റ്സ് 4, 3 എന്ന് പറഞ്ഞാൽ ഒ ക്യൂ 4 ക്യൂ സി 3 ആയിരിക്കും. ക്യൂ സി 3 ആയതുകൊണ്ട് ഒ ആർ 3 ആയിരിക്കും. പിന്നെ ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഒറിജിൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒ ക്യൂ 4 ആയതുകൊണ്ട് ഒ പിയും എത്രയായിരിക്കും? 4 ആയിരിക്കും. പിന്നെ ഒ ആർ 3 ആയതുകൊണ്ട് ഒ എസും എന്തായിരിക്കും? 3 ആയിരിക്കും. ഇവിടെ ഒ ക്യൂ 4 ആയതുകൊണ്ട് ഈ എക്സ് അക്ഷത്തിൽ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ബിന്ദു 4 ആയിരിക്കും. പിന്നെ ഒ പിയും 4 പക്ഷേ ഇത് ഇടത്തോട്ടല്ലേ? ഇടത്തോട്ടായതുകൊണ്ട് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ബിന്ദു, പിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ബിന്ദു -4 ആയിരിക്കും. പിന്നെ ഒ ആർ 3 മുകളിലോട്ട് 3 യൂണിറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ വൈ അക്ഷത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ബിന്ദു 3 ആയിരിക്കും. പിന്നെ ഒ എസ് താഴോട്ടാണ്. അപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ വൈ അക്ഷത്തിൽ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ബിന്ദു -3 ആണ്. ഇനി നമുക്ക് ഓരോ പോയിൻറ്റ്സിൻ്റെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ബിയുടെ കോർഡിനേറ്റ്സ് ഇവിടെ എക്സ് അക്ഷത്തിലേക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് 4 എന്നും വൈ അക്ഷത്തിലേക്ക് ഇങ്ങോട്ട് വരച്ചു വൈ കോർഡിനേറ്റ് -3 എന്നും കിട്ടും. ഇനി എയുടെ കോർഡിനേറ്റ് എക്സ് അക്ഷത്തിലേക്ക് പോകുമ്പോൾ ഇതേതാണ്? -4. പിന്നെ വൈ അക്ഷത്തിലേക്ക് വരുമ്പോൾ -3. ഇനി ഡിയുടെ കോർഡിനേറ്റ്സ് എക്സ് അക്ഷത്തിലേക്ക് വരുമ്പോൾ -4, വൈ അക്ഷത്തിലേക്ക് വരുമ്പോൾ 3. അപ്പോൾ നമുക്ക് എ ബി ഡി കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ. എ -4 -3, ബി 4 -3, ഡി -4 3. ഒരു ക്വസ്റ്റ്യൻ. 5, 7 ഈസ് എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് 2, 3. അതായത് ഒരു സർക്കിളിലെ ഒരു പോയിൻ്റാണ് 5, 7. സെൻറ്റർ ഏതാണ്? 2, 3. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഈ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ പോയിൻറ്റിന് എ എന്നും ഈ പോയിൻ്റ് സെൻറ്റർ ആയതുകൊണ്ട് നമ്മളെപ്പോഴും ഒ കൊണ്ടല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഒ എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ റേഡിയസ് ആരം കണ്ടുപിടിക്കാൻ ഈ ഒ എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? √x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? ഏതെങ്കിലും ഒന്ന് x1 y1 ആയിട്ടും അടുത്തത് x2 y2 ആയിട്ടും എടുക്കാം. ഞാൻ ഇതാണ് x2 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 5 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 7 - 3 ഹോൾ സ്ക്വയർ. 5ന് 2 കുറച്ചാൽ എത്രയാ? 3. 3 സ്ക്വയർ പ്ലസ് 7ന് 3 കുറച്ചാൽ എത്രയാ? 4 സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ എത്രയാ? 9. 9 പ്ലസ് 16 എത്ര വരും? √25. √25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 5. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചെക്ക് വെദർ ദ പോയിൻറ്റ്സ് 0, 0, 6, 6, 4, 5 ഈസ് ഇൻസൈഡ്, ഔട്ട്സൈഡ് ഓർ ഓൺ ദി സർക്കിൾ. ഈ 3 പോയിൻറ്റ്സും സർക്കിളിലെ പോയിൻ്റാണോ അല്ലെങ്കിൽ സർക്കിളിനകത്തെ പോയിൻ്റാണോ സർക്കിളിന് പുറത്തെ പോയിൻ്റാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു സർക്കിളിൻ്റെ റേഡിയസ് എപ്പോഴും തുല്യമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് 5 എന്ന് പറഞ്ഞാൽ ഇതിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് 0, 0 സർക്കിളിലെ പോയിൻ്റ് ആണെങ്കിൽ സെൻറ്ററുമായിട്ടുള്ള അകലം എത്രയായിരിക്കും? 5 ആയിരിക്കും. ഇനി 5ൽ കൂടുതലാണെങ്കിൽ ഈ നീളം ഇങ്ങോട്ട് പുറത്തോട്ട് വരുമെന്നല്ലേ അർത്ഥം? സർക്കിളിന് പുറത്തായിരിക്കും. 5ൽ കുറവാണെങ്കിൽ എവിടെയായിരിക്കും? സർക്കിളിനകത്തായിരിക്കും. അപ്പോൾ ഇത് സർക്കിളിൻ്റെ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ സെൻറ്ററും
ഈ ഓരോ പോയിൻറ്റും തമ്മിലുള്ള അകലം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2, 3 ആൻഡ് 0, 0. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2, 3 ആൻഡ് 0, 0. ഇവിടെയും ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കണം. ഒറിജിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ √(x² + y² ഉപയോഗിച്ചാൽ മതി. ഇവിടെ എക്സ് കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എന്ത് വരും? 2 - 0 ഹോൾ സ്ക്വയർ പ്ലസ് y കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് 3 - 0 ഹോൾ സ്ക്വയർ സമ √2 0 കുറച്ചാൽ 2 തന്നെയല്ലേ, 2² പ്ലസ് 3 - 0 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3a². അപ്പോൾ ഒരു പോയിൻ്റ് ഒറിജിൻ ആണെങ്കിൽ ഒറിജിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇത് സ്ക്വയർ പ്ലസ് ഈ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ √4 + 9 √13. അപ്പോൾ ഇവിടെ 2, 3, 0, 0 എന്നീ 2 പോയിൻ്റ് തമ്മിലുള്ള അകലം എത്രയാണ് കിട്ടിയത്? √13 കിട്ടിയത്. പിന്നെ ഇത് 0, 0 സർക്കിളിലെ പോയിൻ്റ് ആണെങ്കിൽ ഇത് തമ്മിലുള്ള അകലം എത്ര കിട്ടണമായിരുന്നു? 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? റൂട്ടിൽ പറയുമ്പോൾ √25 ആണെങ്കിൽ സർക്കിളിലെ പോയിൻ്റ് ആകത്തുള്ളൂ. √13 എന്ന് പറഞ്ഞാൽ √25 കുറവല്ലേ അല്ലേ? അതായത് √25 ആണ് വലുത് √13. അപ്പോൾ ഈ 0, 0 എവിടുത്തെ പോയിൻ്റാണ്? ഈ റേഡിയസിൻ്റെ അത്ര എത്തുന്നില്ല അല്ലേ? √25 എന്ന് പറഞ്ഞാൽ ഇത്രയും അകലമാണ്, ഇത്രയും വരുന്നില്ല, ഇവിടം വരെയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇൻസൈഡ് ദി സർക്കിൾ. അപ്പോൾ 0, 0 എവിടെയാണ്? ഇൻസൈഡ് ദി സർക്കിൾ. ഇൻസൈഡ് ദി സർക്കിൾ. ഇനി നമുക്ക് ഏതൊക്കെ പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2, 3 ആൻഡ് 6, 6 എന്ത് വരുമെന്ന് നോക്കാം. ഞാൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2, 3 ആൻഡ് 6, 6 എന്ന് എഴുതിയില്ലെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എഴുതണം. അപ്പോൾ എൻ്റെ വരും എക്സ് കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് 6 - 2 ഹോൾ സ്ക്വയർ. ഇവിടെ 2 - 6 ഹോൾ സ്ക്വയറിന് എടുത്താലും ശരിയാണ്. അപ്പോൾ y കോർഡിനേറ്റും ഇത് ആദ്യം എടുക്കണമെന്നേ ഉള്ളൂ. ഞാനിപ്പം മൈനസ് വരാതിരിക്കാനാണ് 6 - 2 ഹോൾ സ്ക്വയറിനെടുത്തത്. അപ്പം y കോർഡിനേറ്റ് ഇത് തന്നെ എടുക്കണം. 6 - 3 ഹോൾ സ്ക്വയർ സമ 6 ന് 2 കുറച്ചാൽ 4² പ്ലസ് 6 ന് 3 കുറച്ചാൽ 3² √16 + 9 √25. √25 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ 6, 6ഉം സെൻറ്ററും തമ്മിലുള്ള അകലം എത്രയാണ്? 5. അപ്പം അകലം 5 ആണെങ്കിൽ അത് എവിടുത്തെ പോയിൻ്റാണ്? സർക്കിളിലെ പോയിൻ്റാണ്. അപ്പോൾ 6, 6 ഈസ് ഓൺ ദി സർക്കിൾ. അപ്പോൾ 6, 6 ഓൺ ദി സർക്കിൾ. ഇനി അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2, 3 ആൻഡ് 4, 5 എന്ത് വരും? √4 - 2 ഹോൾ സ്ക്വയർ പ്ലസ് ഇതാണ് ഇവിടെ നിന്നാണ് എക്സ് എടുത്തത്. അപ്പോൾ y ഇവിടുത്തെ തന്നെ ആദ്യം എടുക്കണം. 5 - 3 ഹോൾ സ്ക്വയർ = √4 ന് 2 കുറച്ചാൽ 2, 2² പ്ലസ് 5 ന് 3 കുറച്ചാൽ 2 √4 + 4 എത്ര വരും? √8. അപ്പോൾ ഈ സെൻറ്ററും 4, 5ഉം തമ്മിലുള്ള അകലം പിന്നെ സർക്കിളിലെ പോയിൻ്റ് ആണെങ്കിൽ എത്ര വരണം? √25 വരണം. ഇത് √8 വരെ വരുന്നുള്ളൂ. √25 കുറവല്ലേ? അപ്പോൾ 4, 5ഉം എവിടുത്തെ പോയിൻ്റാണ്? ഇൻസൈഡ് ദി സർക്കിൾ. അപ്പോൾ 4, 5 ഇൻസൈഡ് ദി സർക്കിൾ. അപ്പോൾ നമുക്ക് ഔട്ട്സൈഡ് സർക്കിളിൻ്റെ ഔട്ട്സൈഡിൽ ഉള്ള ഒരു പോയിൻറ്റും കിട്ടിയിട്ടില്ല. അപ്പോൾ √25 ഇവിടം വരെയുള്ള അകലം 5. അപ്പോൾ √25 കൂടുതൽ, ഇപ്പോൾ √30 ഒരു പോയിൻ്റ് തന്നിട്ട് അത് തമ്മിലുള്ള അകലം √30, √31 ഒക്കെ വന്നാൽ ഇതിനേക്കാൾ നീളം കൂടുതലല്ലേ? അപ്പം പിന്നെ ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും. ഇനി 1-2 വൺ വേർഡ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ പോയിൻറ്റ്സ് ഓൺ എക്സ് ആക്സിസ്? എക്സ് ആക്സിസിലെ ഒരു പോയിൻറ്റിന് ശരിയായിട്ടുള്ളത് ഏതാ? എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ആർ ഈക്വൽ. എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 0. ഏതാണ് ശരിയായിട്ടുള്ളത്? വൈ കോർഡിനേറ്റ് 0. എക്സ് ആക്സിസിലെ ഏത് പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിൻ്റ് ഓൺ എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് പാസിംഗ് ത്രൂ ദി പോയിൻറ്റ് 2, 5. അതായത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിൽ
2, 5 എന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈനാണ്. അതിൽ ഏത് പോയിൻറ്റിൻ്റെയും y കോർഡിനേറ്റ് എത്രയായിരിക്കും? എക്സ് ആക്സിസിന് പാരലലായിട്ടുള്ള ലൈനിലെ y കോർഡിനേറ്റ് സെയിം ആയിരിക്കത്തില്ല. അപ്പോൾ ഇവിടുത്തെ y കോർഡിനേറ്റ് 5 ആണെങ്കിൽ ഏത് പോയിന്റിലെയും y കോർഡിനേറ്റ് 5 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ എ ലൈൻ പാരലൽ ടു y ആക്സിസ് ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിന്റ് 4, 8. അതായത് y ആക്സിസിന് പാരലലാണ്, അത് 4, 8 എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനാണ്. അപ്പം y ആക്സിസിന് പാരലലായിട്ടുള്ള ഏത് പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് സെയിം അല്ലേ? അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 4 ആണെങ്കിൽ ആ ലൈനിലെ ഏത് പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? 4 ആയിരിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ പോയിൻറ്റ്സ് ഓൺ y ആക്സിസ്? y ആക്സിസിലെ ഏത് പോയിന്റിൻ്റെയും ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? എക്സ് ആൻഡ് y കോർഡിനേറ്റ്സ് ആർ ഈക്വൽ, എക്സ് കോർഡിനേറ്റ് ഈസ് 0, y കോർഡിനേറ്റ് ഈസ് 0. ഏതാണ്? y ആക്സിസിലെ ഒരു പോയിന്റ് ആണെങ്കിൽ അവിടെ ഏത് കോർഡിനേറ്റ് ആയിരിക്കും 0? എക്സ് കോർഡിനേറ്റ് 0.